ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ താറാവ് കറിയാണ്. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, 2 കഷ്ണം ഗ്രാമ്പു, 2 പട്ടക്കഷ്ണം, 2 കുരുമുളക്, 5-6 കുരുമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് ഈ ഉള്ളിയിലൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവോള വാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനായിട്ട് 2 താറാവാണ് എടുത്തിരിക്കുന്നത്. 2 താറാവ് ഞാൻ കുക്കറിൽ വേവിക്കുകയാണ് ചെയ്തത്. ഒരു കുക്കറിൽ താറാവ് ഇട്ടതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ട് ഈ താറാവ് കൂടി ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. 2 വിസിലേ അടുപ്പിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ വെന്തു. ഒരു 90% വേവായിട്ടുണ്ട്. ബാക്കി ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഇത് വേവേണ്ടത്. ഇങ്ങനെ നമ്മുടെ സവോള വാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സവോള ഒരു പകുതി വാടി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. നമ്മുടെ താറാവ് കുക്കറിൽ വെന്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സവോള ഏറെക്കുറെ ഒരു പകുതിയോളം വാടി വന്നിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 400 ഗ്രാമോളം ചെറിയ ഉള്ളി മുറിച്ച് പൊളന്നെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വാടുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവോള, ചെറിയ ഉള്ളി എല്ലാം ഏറെക്കുറെ ഒന്ന് വാടി വന്നു. നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂണുണ്ട്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഉപ്പ് താറാവ് വേവിച്ചതും ചേർത്തിട്ടുണ്ട്, എങ്കിലും ഈ ഉള്ളിക്കും സവോളയ്ക്കും എല്ലാം ഉപ്പ് വേണ്ടിയതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെന്ത താറാവ് ഒരു 90% വെന്തിട്ടുള്ളൂ. ബാക്കി ഇതിൽ കിടന്ന് വേണം വേകാനായിട്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ താറാവ് വേവിക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 കിഴങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ താറാവ് വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കിടന്ന് ചെറുതായിട്ട് വേവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഈ 2ാം തേങ്ങാപ്പാലിൻ്റെ അകത്താണ് ഇത് കിടന്ന് ഇനി ബാക്കി വേവേണ്ടത്. അപ്പോൾ നമ്മുടെ താറാവ് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് ശകലം തേങ്ങ വറുത്തിടേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ് അടുപ്പിൽ. അതിൽ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞാണ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. ഞാനിതിലേക്ക് നമ്മുടെ തേങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുക. ഈ തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നോളം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ഏറെക്കുറെ ഒരു ബ്രൗൺ കളറായി വന്നു. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. കാരണം കാഷ്യനട്ട് കരിഞ്ഞു പോകും, അതുകൊണ്ട്. അങ്ങനെ നമ്മുടെ താറാവ് മുപ്പാസ് ഏറെക്കുറെ റെഡിയായി വരുന്നു. ഞാനിതിൽ ഇച്ചിരി കുരുമുളകും കൂടെ ചേർക്കുകയാണ്. നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളകാണ്, ഒരുപാട് പൊടിയായതല്ല. ഒരു മീഡിയം ലെവലിൽ പൊടിക്കാവുള്ളൂ. അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡിയാവുകയാണ്. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1ാം പാൽ ചേർത്ത് കൊടുത്തു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താറാവ് റെഡിയായി. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, അതുപോലെ തേങ്ങ കൊത്ത്, ഇത് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ താറാവ് കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.